പല ആളുകളും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന നിമിത്തം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? രഹസ്യം ചുമ്മാ തമാശന് പറഞ്ഞ ഒരു കാര്യമായിരിക്കും, അത് ഇല്ലാത്ത സംഭവമായിരിക്കാം. പക്ഷെ അത് രഹസ്യത്തിൽ പറഞ്ഞ ആരും കേൾക്കാതിരിക്കുക, വെറുതെ പറഞ്ഞ അങ്ങനെ സംഭവം ഇല്ല, വെറുതെ പറഞ്ഞു. പക്ഷെ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്ര ഭയങ്കര, അല്ലേ? സ്തോത്രം. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് എന്തെല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പൊട്ടിക്കരുത് കേട്ടോ, ഒന്നും പൊട്ടിക്കരുത്, ഒന്നും പുറത്ത് പറയരുത്. ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ. നമ്മുടെ രാജ്യത്തിന് ദോഷം വരുന്ന ഒരു രഹസ്യമാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നതെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ നിങ്ങൾ അറിയിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷയ്ക്ക് കാരണമായി തീരുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ പലയിടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാർ, കൂട്ടുകാർ, അവരൊക്കെ പറയുന്ന രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്താതിരിക്കുമ്പോൾ മാത്രമാണ് അത് പരമരഹസ്യമായി തുടരുന്നത്. പല ആളുകളും അടിച്ചു പിരിയുമ്പോൾ പണ്ടവൻ പറഞ്ഞത് മുഴുവൻ ഇപ്പോൾ പൊട്ടിക്കും. അതെന്തിനു വേണ്ടിയെന്നറിയോ? അവൻ്റെ മണ്ടയിൽ കുറച്ചും കൂടെ ആളുകളുടെ വിദ്വേഷം ഉണ്ടാകാൻ വേണ്ടിയാണ്. സാധാരണ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞ ഒരു രഹസ്യം, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, രാജ്യസുരക്ഷയ്ക്ക് അപകടം വരുത്തുന്ന കാര്യമാണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സിനെ അത് അറിയിച്ചിരിക്കണം. അതിന് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ കളിക്കൂട്ടുകാർ, ഒരുമിച്ചിരുന്ന് വെട്ടുപന്ത് കളിക്കുന്നവർ, ക്രിക്കറ്റ് കളിക്കുന്നവർ, അങ്ങനെ പറയുന്ന രഹസ്യങ്ങൾ ഒരിക്കലും അത് പൊട്ടിക്കരുത്, അത് ആരോടും പറയരുത്. അത് നിങ്ങളെ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞതല്ലേ, എന്തിനാ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം. അത് നിങ്ങൾ വേറെ തന്നെ ചെവിയിലോട്ട് കൊടുക്കുകയാണ്, അത് അവൻ വേറെ 2 പേർക്ക് കൊടുക്കുകയാണ്. അവൻ്റെ അവിടെ നിന്ന് ഇത് നെറ്റ്വർക്ക് ബിസിനസ് പോലെ പോവുക. സ്തോത്രം. അവസാനം പറഞ്ഞവൻ എടാ ഇത്രയും പേര് അറിയുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അവൻ പറഞ്ഞു പോയല്ലോ എന്നൊരു വിഷമം അവൻ്റെ ഉള്ളിൽ. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഇനി ആത്മീയമായി ചിന്തിച്ചാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ആർക്ക് വെളിപ്പെടുത്തുന്നു? ചുമ്മാ വഴിയെ പോകുന്നവരെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയല്ല. ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ പ്രാർത്ഥന നിരതനായി, സ്തോത്രം, ദൈവസന്നിധി മുഴങ്കാലും മടക്കുന്നവന്റെ മുൻപിൽ ദൈവം തന്റെ രഹസ്യം വെളിപ്പെടുത്തും. ഏത് രാജ്യത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അങ്ങനെയുള്ളവർക്ക് ആ ദൈവം വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സ്തോത്രം. നിങ്ങൾക്കത് അങ്ങനെയുള്ള രഹസ്യം വെളിപ്പെടുത്തി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, എവിടെയും പോകണ്ട. അതായത് ആ വീട്ടിനകത്തെ പായ എടുത്തിട്ട് ആ പായ തറയിലോട്ട് ഇട്ടിട്ട് മുഴങ്കാലിരുന്ന് ദൈവസന്നിധിയിൽ കുറച്ച് സമയം ചെലവഴിച്ചേ. അറയ്ക്കകത്തിറങ്ങി വരുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ വീട്ടിനകത്തോട് വരും. അവിടെയാണ് രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടായിരിക്കും. ആ സുഹൃത്തിനെ നിങ്ങൾ കാണുമ്പം നിങ്ങൾ പറയും, ആ ചങ്ങാതിയുടെ കൂട്ടുകാരനാ, ഈ ചങ്ങാതിയെ പിടിച്ചാൽ വിവരങ്ങളെല്ലാം അറിയാം എന്ന് പറയുന്നില്ലേ? കാരണം എന്നാ, കൂടുതൽ ഞാൻ ആരുമായിട്ട് സഹവാസവും ആരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു ആ വ്യക്തിയോടാണ് എൻ്റെ രഹസ്യങ്ങൾ ഞാൻ പറയുന്നത്. സ്തോത്രം. അല്ലേ? ദൈവവുമായിട്ട് നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര സമയം അവൻ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവം രഹസ്യം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വഴിയാ പോകുന്ന എല്ലാവർക്കും രഹസ്യം വെളിപ്പെടുത്തും. ഞാൻ അവിടെ നിന്ന് ഒരു രഹസ്യം പറയാമെന്ന് പറഞ്ഞ് വിളിക്കുകയല്ല, സമയം ദൈവസന്നിധി ചെലവഴിക്കുന്നവർക്ക്. ആർക്കും വെളിപ്പെട്ട് കിട്ടാത്തൊരു രഹസ്യമാണ് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അല്ലേ? ആ രാജ്യത്ത് സകല മനുഷ്യനും തലയും കുത്തി നോക്കി. സ്തോത്രം. സകല വിദ്വാൻമാരെ കൊണ്ടുവന്നു, ആഭിചാരകന്മാരെ കൊണ്ടുവന്നു,
മന്ത്രവാദികളെ കൊണ്ടുവന്നു, ശകുനവാദികളെ കൊണ്ടുവന്നു. ഇവന്മാർക്കൊന്നും വെളിപ്പെട്ട് കിട്ടാത്തൊരു രഹസ്യം. സ്തോത്രം. ദൈവം തൻ്റെ ദാസനായ ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ പറഞ്ഞൊരു വാക്ക് അവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2-ാം അധ്യായം 28-ാം വാക്യം. എങ്കിലും അവൻ്റെ വാക്കുണ്ട്. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇങ്ങനൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് മന്ത്രവാദികൾക്കും അറിയത്തില്ല, സകുനവാദികൾക്കും അറിയത്തില്ല, ഒരു ടീമിനും അറിയത്തില്ല. പക്ഷെ ദാനിയേല് ആ ദൈവവുമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ആ ഉറപ്പിലാണ് ദാനിയേൽ പറയുന്നത്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ സുഹൃത്തെ, കൂടപ്പുറപ്പേ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി, നിങ്ങളുടെ ബിസിനസ്സിന് വിരോധമായി ആരൊക്കെ പണിയെടുത്തോ ആ പണി മുഴുവനും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം നിങ്ങളെ അന്വേഷിക്കുക. ഒന്ന് പോയി ഇരിക്കാവോ അവിടെ? ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ ആ ദൈവസന്നിധിയിൽ മുട്ട മടക്കി ഒന്നും പറയണ്ട, സ്തോത്രം പോലും പറയണ്ട, കണ്ണുകളടച്ച് മുഴങ്കാലിൽ ദൈവസന്നിധി അല്പനേരം കരങ്ങളെ, വിശുദ്ധ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, യേശുവേ എന്നൊന്ന് വിളിച്ച് ഒരു അരമണിക്കൂർ ചെലവഴിക്കാവോ? സ്തോത്രം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരും. ആമേൻ. നിന്റെ മുറിക്കകത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. എല്ലാം വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവം. ഈ രാവിലെ സമയം ഞാൻ നിങ്ങൾ പറയട്ടെ, എന്തിനാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്? എന്താ വേവലാതിപ്പെട്ടിരിക്കുന്നത്? എന്താ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ? എന്തായി തീരുമോ എന്തോ എന്നോർത്ത് ഭാരപ്പെടുകയാണോ? ഭാരപ്പെടേണ്ട. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത് നിർവഹിക്കും, വെളിപ്പെടുത്തി തരും. ആരാണ് നിങ്ങൾക്ക് വിരോധമായി കളിച്ചത്? ആർക്കും അറിയത്തില്ലെങ്കിലും സ്വപ്നത്തിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? രാവിലെ സമയം ഭാരപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതാണോ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയം, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമാണ്. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ വാത്സല്യ സഹോദരനോട് പ്രാർത്ഥിക്കുന്നു. വളരെ മനം കലങ്ങി, ടെൻഷനോടെയാണ് രാവിലെ എഴുന്നേറ്റത്. കർത്താവേ, മൊത്തത്തിൽ തളർന്നിരിക്കുകയാണ്. കർത്താവേ, പ്രിയപ്പെട്ടവനെ കർത്താവ് സഹായിക്കണമേ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. എന്താണ് അവരുടെ ഹൃദയത്തിലെ ഭാരം? ആ ഫീസ് എങ്ങനെ കെട്ടും? കർത്താവെ, പല പ്രാവശ്യം ആ ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ പോയി ആ പേരൊന്ന് കറക്ഷൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. കർത്താവെ, എനിക്ക് വേണ്ടി ഒരു ഓഫീസർ ദൈവം നിയമിക്കണമേ. ഇന്ന് എൻ്റെ പേപ്പർ ക്ലിയർ ആക്കി തരണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ഇനിയും വലിപ്പം കൂടും എന്നാണ് കർത്താവെ. സ്തോത്രം. കുടലിറക്കത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഗ്രൗറ്ററുകൾ യേശുവിൻ്റെ നാമത്തിൽ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോട്ടെ. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം. കർത്താവെ, ചെറിയൊരാരംഭമേ ആയിട്ടുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടൽ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും സൗഖ്യമാകട്ടെ. അത്ഭുതം പ്രവർത്തിക്കണം.
ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ ചെയ്യുന്ന നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ നിങ്ങളുടെ പായുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളെ തലോടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം കൂടെയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.